കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ജങ്കാർ സർവീസ് ഇന്നുകൂടി മാത്രമേ ഉള്ളൂ. തുറമുഖ വകുപ്പ് അന്യായമായി പിഴ ചുമത്തിയതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ സർവീസ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 25 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാൽ മാത്രമേ ഇനി തുരുത്തുകാർക്ക് കൊല്ലം നഗരഭാഗത്തേക്ക് എത്താനാകൂ. കൃത്യമായ പരിശോധന നടത്താതെ തുറമുഖ വകുപ്പ് 60,000 രൂപ അന്യായമായി പിഴ ചുമത്തിയതാണ് ജങ്കാർ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കിയത്. പിഴയടയ്ക്കാതെ വാർഷിക സർവീസ് നടത്തില്ലെന്ന ഉദ്യോഗസ്ഥരുടെ പിടിവാശിക്ക് മുന്നിൽ കീഴടങ്ങാൻ ജീവനക്കാർ ഒരുക്കമല്ല. തുറമുഖ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. ഈ കാണുന്ന പാലം പണി തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് ജങ്കാർ സർവീസ് അവിടെ നടത്താനൊക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അത് പുനഃക്രമീകരിച്ചപ്പോൾ അടുത്ത ഒരു തുരുത്തായ പട്ടംതുരുത്തിലോട്ട് വേണം ഈ സർവീസ് എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് അന്നുണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടി ഡീസൽ ചെലവ് അധികമായി. തൊഴിലാളികൾക്ക് 4 തൊഴിലാളികൾ ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ് തരാതെ ഈ സാധനം ഞങ്ങളെ കൊണ്ട് സർവീസ് നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വാദി പ്രതിയാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായത് യാത്രക്കാർ ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സർവീസ് നിർത്തുന്നതോടെ മൺട്രോത്തുരുത്ത് യാത്രാമാർഗമില്ലാതെ ഒറ്റപ്പെടും. അവർക്ക് പിഴ ചുമർത്തിയിരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഇളവ് അനുവദിച്ചുകൊണ്ട് ജങ്കാർ തുടരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ മൺട്രോത്തുരുത്തിലെ ജനവിഭാഗം ഒന്നാകെ വലഞ്ഞു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുതലാളി കൈയൊഴിഞ്ഞ ജങ്കാർ ജീവനക്കാർ ഏറ്റെടുത്താണ് സർവീസ് നടത്തുന്നത്. നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകുമ്പോഴും വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയ്ക്കും ഇവർ അവസരമൊരുക്കുന്നു. മൺട്രോത്തുരുത്തിൽ നിന്നുള്ള ജങ്കാർ സർവീസിന്റെ അവസാന സർവീസുകളിലേക്ക് കടക്കുകയാണ്. നാളെ മുതൽ ഈ സർവീസ് ഇല്ലാതാവും. അതോടുകൂടി തന്നെ ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് കൊല്ലം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അപ്പാടെ നഷ്ടമാകുന്നത്. ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നാണ് ഇവിടുത്തെ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരും ഒരുമിച്ച് ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഷാനോസ് ഡേവിഡ്, ന്യൂസ് 18 കൊല്ലം.